ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അരവിന്ദ്. രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗോള പ്രസിഡന്റ് ജോവോ ലോറൻസോയുമായി ലുവാണ്ടയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ചൊവ്വാഴ്ച അംഗോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി പാർലമെന്റിനെയും അഭിസംബോധന ചെയ്യും. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന പരിപാടിയിൽ 8000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം ശിലാസ്ഥാപനം നിർവഹിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നാളെ ഒഡീഷ സന്ദർശിക്കും. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കൽ, പോഷകാഹാര സുരക്ഷ ഉറപ്പാക്കൽ, സംസ്ഥാനത്ത് പ്രകൃതിദത്ത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കൽ എന്നിവ സംബന്ധിച്ച വിവിധ പരിപാടികളിൽ അദ്ദേഹം സംബന്ധിക്കും. സംസ്ഥാന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ 67 സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു. മുൻ DGP R ശ്രീലേഖ IPS ശാസ്തമംഗലത്തും VV രാജേഷ് കൊടുങ്ങാനൂരിലും പത്മിനി തോമസ് പാളയത്തും മത്സരിക്കും. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം പൂർത്തീകരിച്ച കേരളത്തിലെ ആദ്യ പ്രാക്തന ഗോത്ര ഉന്നതിയായി പാലക്കാട് കുറുക്കത്തിക്കല്ല്. അഗളി IHRD കോളേജ് ഇലക്ട്രൽ ലിറ്ററസി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശോധന നടന്നത്. കുറുക്കത്തിക്കല്ലിൽ 18 വയസ്സ് പൂർത്തിയാക്കിയ മുഴുവൻ വോട്ടർമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തി. പാഴ്വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ 800 കോടിയിലധികം രൂപ നേടിയതായി കണക്കുകൾ. ഇത് സംബന്ധിച്ച ഒരു മാധ്യമ വാർത്ത പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചു. ചന്ദ്രയാൻ 3 ബഹിരാകാശ ദൌത്യത്തിന്റെ ചിലവിനേക്കാൾ അധികം വരുമാനമാണ് പാഴ്വസ്തുക്കൾ വിറ്റതിലൂടെയുള്ള നേട്ടം. വനഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള സംയുക്ത പരിശോധനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനം മന്ത്രി AK ശശീന്ദ്രൻ തൃശൂർ പീച്ചിയിൽ നിർവഹിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് 3 പതിറ്റാണ്ടിന് ശേഷം കേരളത്തിലെ വനഭൂമിയിൽ പട്ടയം നൽകുന്നതിനുള്ള സംയുക്ത പരിശോധനയ്ക്ക് അനുമതി ലഭ്യമായതെന്ന് മന്ത്രി പറഞ്ഞു. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. നാളെ നിശബ്ദ പ്രചാരണമാണ്. 20 ജില്ലകളിലെ 122 നിയമസഭാ മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. ഈ മാസം 6 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 64.66% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. വോട്ടെണ്ണൽ ഈ മാസം 14 നടക്കും. കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വികസന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിൽ വിവിധ പദ്ധതികളുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം 27 ഉയർന്നു. വ്യവസായ മന്ത്രി P രാജീവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ അർദ്ധവാർഷിക അവലോകനത്തിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണക്ക്. തിരുവനന്തപുരത്ത് ചികിത്സാ പിഴവിനെ തുടർന്ന് യുവതി മരിച്ചെന്ന ബന്ധുക്കളുടെ പരാതി പ്രത്യേക സംഘത്തെ വച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയാണ് ഇന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. അതേസമയം ചികിത്സയിലുണ്ടായിരുന്ന ദിവസങ്ങളിൽ ശിവപ്രിയയും കുഞ്ഞിനും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് SAT ആശുപത്രി അധികൃതർ പറഞ്ഞു. രഞ്ജി ട്രോഫിയിൽ സൗരാഷ്ട്രയ്ക്കെതിരെ കേരളത്തിന് 1ാം ഇന്നിംഗ്സ് ലീഡ്. 2ാം ദിവസം കളി അവസാനിക്കുമ്പോൾ സൗരാഷ്ട്ര 2ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 47 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ കേരളത്തിന്റെ 1ാം ഇന്നിംഗ്സ് 233 റൺസിന് അവസാനിച്ചിരുന്നു. നിലവിൽ കേരളം 26 റൺസ് ലീഡിലാണ്. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ കനത്ത ജാഗ്രത. ഗ്രാമപഞ്ചായത്ത് തല ഉന്നത ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നാളെ ചേരും. ഇന്നന്തരിച്ച കേരള സർവകലാശാല മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ VP മഹാദേവൻ പിള്ളയുടെ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ ശാന്തി കവാടത്തിൽ നടക്കും. നാളെ ഉച്ചയ്ക്ക് 2:30 കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. 2050 രാജ്യത്തെ നഗര ജനസംഖ്യ 87 കോടി 60 ലക്ഷം പിന്നിടുമെന്ന് കേന്ദ്ര നഗരകാര്യ സഹമന്ത്രി തോഖൻ സാഹു. ന്യൂഡൽഹിയിൽ ദേശീയ അർബൻ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2030 ആകുമ്പോഴേക്കും GDPയിൽ നഗരപ്രദേശങ്ങളുടെ സംഭാവന 70% വളരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ 93ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് കിഴക്കൻ എയർ കമാൻഡ് അസമിലെ ഗുവാഹത്തിയിൽ വ്യോമാഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചു. ബ്രഹ്മപുത്ര നദിക്ക് മുകളിൽ 25ലധികം ഫോർമേഷനുകളിലായി റഫേൽ, സുഖോയ്, അപ്പാച്ചെ, മിഗ് എന്നിവ ഉൾപ്പെടെ 75ലധികം വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും പ്രദർശനത്തിൽ അണിചേർന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.